തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാര് സ്വർണവും പട്ടുമൊക്കെ അണിഞ്ഞ് വലിയ സമ്പന്നരായിരുന്ന ഒരു കാലം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അന്ന് അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയും അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ആ നാട്ടുരാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ വലിയൊരു വ്യത്യാസം അവിടെ കാണാം. അതല്ലേ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ലോകത്തിന്റെ പാതിയോളം അടക്കി ഭരിച്ചിരുന്ന സാക്ഷാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം നേരിട്ട് ഭരിച്ചിട്ടും തൊട്ടടുത്തുള്ള ഈ മലബാർ മേഖല സാമ്പത്തികമായി വലിയ പിന്നോക്കാവസ്ഥയിലായിരുന്നു. അതെ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പിന്നോട്ടു പോയത്? ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് നമ്മൾ തുടങ്ങുന്നത്. വളരെ കൃത്യമായ ഒരു ചോദ്യമാണത്. ആ ഒരു വൈരുദ്ധ്യം മനസ്സിലാകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ഇന്നത്തെ കേരള ഭൂപടം ഒന്ന് മായ്ച്ചു കളയുക എന്നതാണ്. ഓ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന മലബാർ അല്ല അന്നത്തെ മലബാർ എന്ന്. തീർച്ചയായും അല്ല. അതൊരു അതിവിശാലമായ, എന്താ പറയാ, വളരെ വലിയൊരു ഭൂപ്രദേശമായിരുന്നു. പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് പശ്ചിമഘട്ടം വരെ പരന്നുകിടക്കുന്ന ഒരു വമ്പൻ പ്രദേശം. ഒരു നിമിഷം. അപ്പോ ഈ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വയനാടും പാലക്കാടും മാത്രമാണല്ലോ ചിന്തിക്കാറ്. അങ്ങനെയല്ലേ? അല്ല എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. കൂർഗ്, മൈസൂർ, നീലഗിരി, കോയമ്പത്തൂർ എന്നീ മേഖലകളുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ടത്തിന്റെ ഒരു വലിയ ഭാഗം ഇതിലുൾപ്പെട്ടിരുന്നു. വാവ്! അപ്പോ ഇന്നത്തെ കേരളത്തിന് പുറത്തേക്കും കിടക്കുകയായിരുന്നു അല്ലേ? അതെ അതെ. വടക്ക് സൗത്ത് കാനറ മുതൽ തെക്ക് കൊച്ചി വരെ നീളുന്ന ഒരു മഹാജില്ലയായിരുന്നു അത്. നിങ്ങൾ അന്നത്തെ മാപ്പ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകൾ ഇതിൽ വരും. പിന്നെ പാലക്കാട് ജില്ലയും ഇതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചിറ്റൂർ താലൂക്ക് അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഓഹോ, ചിറ്റൂർ ഒഴികെയുള്ള പാലക്കാട്. അപ്പൊ തൃശൂരോ എറണാകുളമോ ഒന്നും ഇതിൽ വരില്ലല്ലോ അല്ലേ? വരും. അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. തൃശൂരിലെ ചാവക്കാട്, കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ, എറണാകുളത്തെ ഫോർട്ട് കൊച്ചി, പിന്നെ തമിഴ്നാട്ടിലെ നീലഗിരിയുടെ ഭൂരിഭാഗം എന്നിവയെല്ലാം ഈ ഒറ്റ ജില്ലയുടെ ഭാഗമായിരുന്നു. ശരിക്കും ഫോർട്ട് കൊച്ചി വരെ മലബാർ ജില്ലയിലായിരുന്നോ? അതെ. പോരാത്തതിന് അറബിക്കടലിലെ ലക്ഷദ്വീപും ഈ ബ്രിട്ടീഷ് മലബാറിന്റെ കീഴിലായിരുന്നു ഭരണപരമായി വന്നിരുന്നത്. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ലക്ഷദ്വീപ് വരെ മലബാറിന്റെ ഭാഗമായിരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. അവരുടെ സംസ്കാരവും ഭൂപ്രകൃതിയും തീർത്തും വ്യത്യസ്തമല്ലേ? ലക്ഷദ്വീപിലെ ജനങ്ങൾ അന്ന് സംസാരിച്ചിരുന്നത് ജസേരി എന്ന ഭാഷയല്ലേ? ശരിയാണ്. സംസാരഭാഷ പ്രധാനമായും ജസേരി തന്നെയായിരുന്നു. അതെ. പക്ഷേ അവരുടെ ഭരണഭാഷ മലയാളമായിരുന്നു എന്ന് ഞാനെവിടെയോ വായിച്ചിട്ടുണ്ട്. അവിടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും പ്രാദേശികർക്കുമിടയിൽ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു സാംസ്കാരിക വൈവിധ്യം തന്നെയാണ് ശരിക്കും ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഇതുമാത്രമല്ല, 1927 വരെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തങ്കശ്ശേരി, അഞ്ചുതെങ്ങ് എന്നീ പ്രദേശങ്ങൾ കൂടി മലബാറിന്റെ ഭാഗമായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. അപ്പോ കോഴിക്കോടായിരുന്നില്ലേ ഈ വമ്പൻ പ്രദേശത്തിന്റെ തലസ്ഥാനം? അതെ, കോഴിക്കോട് തന്നെയായിരുന്നു തലസ്ഥാനം. 1792-ൽ ഇതാദ്യമായി ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു തുടങ്ങിയത്. ഒരു ഡൗട്ട്. അതെന്തുകൊണ്ടാണ് ബോംബെ പ്രസിഡൻസി? ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ മദ്രാസ് ആയിരുന്നില്ലേ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. മലബാർ തീരം ഈ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടും കപ്പൽ ഗതാഗതത്തിനും വ്യാപാരത്തിനും ബോംബെ തുറമുഖവുമായുള്ള ബന്ധം എളുപ്പമായതുകൊണ്ടുമാണ് ആദ്യകാലത്ത് അങ്ങനെ ചെയ്തത്. ഓ, അപ്പോ ആ കടൽ മാർഗമുള്ള വ്യാപാരം തന്നെ ലക്ഷ്യം. കൃത്യമായിട്ട്. എന്നാൽ പിന്നീട്, അതായത് 1800 മെയ് 21-ന് ഭരണസൗകര്യത്തിനായി അവരിതിനെ മദ്രാസ് പ്രസിഡൻസിയിലേക്ക് തന്നെ മാറ്റി. ശരി. സ്വാതന്ത്ര്യാനന്തരം 1950 മുതൽ 1956 വരെ ഇത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായും തുടർന്നു. ഇത്രയും വലിയ ഭൂപ്രദേശത്തെ ഭരണസൗകര്യത്തിനായി അവർ വളരെ നേരത്തെ തന്നെ 1793-ൽ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ടായി തിരിച്ചിരുന്നു. തലശ്ശേരിയും ഒറ്റപ്പാലവുമായിരുന്നോ കേന്ദ്രങ്ങൾ? തുടക്കത്തിൽ വടക്കൻ മലബാറിന്റെ ആസ്ഥാനം തലശ്ശേരിയും തെക്കൻ മലബാറിന്റെ ആസ്ഥാനം ആദ്യം ചെർപ്പുളശ്ശേരിയുമായിരുന്നു. പിന്നീടത് ഒറ്റപ്പാലത്തേക്ക് മാറ്റി. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വിശാലമായൊരു ഭൂവിഭാഗം അവരെങ്ങനെ ഈ കാലത്ത് നിയന്ത്രിച്ചു എന്നതാണ്. ഇന്നത്തെ ഒരു താലൂക്ക് ഭരിക്കാൻ തന്നെ വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് നമുക്ക്. അക്കാലത്ത് ഇതെല്ലാം നിയന്ത്രിക്കാൻ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ വേണ്ടിയിരുന്നില്ലേ? അവിടെയാണ് ചരിത്രം നമ്മളെ ശരിക്കും വിസ്മയിപ്പിക്കുന്നത്. 1801-ൽ
മേജർ മക്ലിയോഡ് മലബാറിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ കളക്ടറായി ചുമതലയേൽക്കുമ്പോൾ താങ്കൾക്ക് ഊഹിക്കാമോ എത്ര പേരുണ്ടായിരുന്നു അദ്ദേഹത്തെ സഹായിക്കാനെന്ന്? 100-200 പേരുണ്ടായിരിക്കണം കുറഞ്ഞത്. അല്ല, അദ്ദേഹത്തെ സഹായിക്കാൻ വെറും 9 സബ് കളക്ടർമാർ മാത്രമാണുണ്ടായിരുന്നത്. നിൽക്കൂ, വെറും 9 പേരോ? ലക്ഷദ്വീപും നീലഗിരിയും ഫോർട്ട് കൊച്ചിയും എല്ലാം അടങ്ങുന്ന ഈ ഭീമൻ പസൽ വെറും 9 പേർ നിയന്ത്രിക്കുക എന്നത് അസാധ്യമാണല്ലോ. ഗതാഗത സൗകര്യങ്ങളോ ഫോണോ ഇല്ലാത്ത ഒരു കാലത്ത് എവിടെയെങ്കിലും ഒരു കലാപമുണ്ടായാൽ ഇവരെങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? ആ ഒരു വലിയ ബുദ്ധിമുട്ട് അവർക്കുമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ വേഗത്തിൽ നിയന്ത്രിക്കാൻ അവർ നിയമങ്ങൾ കർശനമാക്കി. 1793-ൽ സിവിൽ ക്രിമിനൽ നീതി നടപ്പിലാക്കാൻ സംയുക്ത കമ്മീഷണർമാർ ഒരു നിയമസംഹിത കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട 7 കേന്ദ്രങ്ങളിൽ ദറോഗാസ് എന്ന പേരിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ദറോഗാസ്, അതായത് DAROGAS. ഈ ദൊരോഗസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പോലീസ് ഇൻസ്പെക്ടർമാരെ പോലെയാണോ? പ്രാദേശികമായി ക്രമസമാധാനം നോക്കുന്നവർ? ഏറെക്കുറെ അങ്ങനെ പറയാം. എന്നാൽ അവർക്ക് പ്രാദേശികമായി ചില ജുഡീഷ്യൽ അധികാരങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന്. ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന ഉദ്യോഗസ്ഥരവരായിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പൊളിച്ചെഴുത്ത് നടക്കുന്നത് 1802-ലാണ്. എന്തായിരുന്നു ആ മാറ്റം? കോൺവാലിസ് പ്രഭു കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പൂർണ്ണമായും വേർതിരിക്കപ്പെട്ടു. അതായത് നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വിധി പറയുന്ന പഴയ രീതി ബ്രിട്ടീഷുകാർ മാറ്റി, അല്ലേ? ജനങ്ങൾക്ക് കുറച്ചുകൂടി നീതി ലഭിക്കാൻ ഇത് കാരണമായിട്ടുണ്ടാകണം. തീർച്ചയായും. ഈ മാറ്റം മലബാറിന്റെ നിയമവ്യവസ്ഥയിൽ വളരെ നിർണായകമായിരുന്നു. ഇതിന്റെ ഭാഗമായി തലശ്ശേരിയിലൊരു പ്രൊവിൻഷ്യൽ കോടതിയും തലശ്ശേരിയിലും കോഴിക്കോട്ടുമായി ജില്ലാ കോടതികളും സ്ഥാപിച്ചു. അപ്പോ വടക്കിനും തെക്കിനും പ്രത്യേക സംവിധാനങ്ങൾ വന്നു. അതെ, വടക്കൻ മലബാറിനും തെക്കൻ മലബാറിനുമായി പ്രത്യേക ജില്ലാ ജഡ്ജിമാരും വന്നു. പക്ഷേ നിയമം വെറുതെ കടലാസിലുണ്ടായിട്ടും കാര്യമില്ലല്ലോ. മലബാറിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ഈ നിയമങ്ങളൊന്നും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അവിടെയാണ് സാക്ഷാൽ പഴശ്ശിരാജയുടെ എൻട്രി വരുന്നത്. അതെ, പഴശ്ശിരാജയുടെ ഉളിയുദ്ധങ്ങൾ അവർക്ക് വലിയ തലവേദനയായി മാറി. ഉൾക്കാടുകളിൽ കയറി അവരെ നേരിടുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വലിയ വിരോധാഭാസമുണ്ട്. പഴശ്ശിരാജയുടെ ഈ പോരാട്ടങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ കാട്ടിലൂടെ റോഡുകൾ വെട്ടാൻ നിർബന്ധിതരാക്കി. വളരെ ശരിയാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പല പ്രധാന റോഡുകളും ബ്രിട്ടീഷുകാർക്ക് യാത്ര ചെയ്യാനോ വികസനം കൊണ്ടുവരാനോ നിർമ്മിച്ചതല്ല, മറിച്ച് സ്വന്തം ശത്രുവിനെ വേട്ടയാടാൻ വേണ്ടി നിർമ്മിച്ചതാണ്. കാട്ടിലൂടെ ശത്രുവിനെ പിടിക്കാൻ ഹൈവേ പണിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ചരിത്ര നിയോഗമല്ലേ? അവരുടെ സൗകര്യത്തേക്കാൾ സൈന്യത്തിന്റെ വേഗതയായിരുന്നു അന്ന് ആ റോഡ് നിർമ്മാണത്തിന് പിന്നിലെ ഏക ലക്ഷ്യം. 1780-ൽ രൂപീകരിച്ച മദ്രാസ് പയനിയേഴ്സ് എന്നൊരു സൈനിക സംഘമുണ്ട്. മദ്രാസ് പയനിയേഴ്സ്, ഓക്കെ. അതെ, അവരാണ് 1710-നും 1830-നും ഇടയിൽ ഇവിടത്തെ പ്രധാന റോഡുകളെല്ലാം വെട്ടിത്തെറിച്ചത്. കാടും മലയും താണ്ടിയുള്ള ആ നിർമ്മാണം അതികഠിനമായിരുന്നു. ഇതിൽ ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് വയനാട്ടിലൂടെയുള്ള പെരിയ പാസ് റോഡ്. അപ്പോ ഈ റോഡ് പണിക്കാരായ സൈനിക സംഘത്തിന് പിന്നീടെന്ത് സംഭവിച്ചു? പിന്നീട് ഈ സൈനിക സംഘം 1831-ൽ കോർപ്സ് ഓഫ് മദ്രാസ് സാപ്പേഴ്സ് ആൻഡ് മൈൻസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പോ 1848 മുതൽ 1851 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച കണ്ണൂർ കൂർഗ് റോഡും ഈ സൈനിക ആവശ്യങ്ങൾക്ക് തന്നെ ആയിരുന്നിരിക്കണമല്ലേ? തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായിരുന്നു. എന്നാൽ പിന്നീട് അതൊരു വലിയ സാമ്പത്തിക ആവശ്യമായി മാറി. കാരണം ഈ റോഡുകൾ വന്നതോടെ വയനാടൻ ചുരങ്ങളിലൂടെയും മറ്റും കച്ചവടച്ചരക്കുകൾ ഒഴുകിത്തുടങ്ങി. ആഹാ, ഗതാഗതം വന്നപ്പോൾ വ്യാപാരം വളർന്നു. തീർച്ചയായും. പ്രധാനമായും സുഗന്ധവ്യഞ്ജനങ്ങളും തടിയും. പിന്നീട് 1861 മുതൽ 1907 വരെയുള്ള കാലത്ത് തെക്കുമുതൽ വടക്കുവരെ റെയിൽവേ പാത കൂടി വന്നതോടെ മലബാറിന്റെ സമ്പദ്വ്യവസ്ഥയുടെ മുഖച്ഛായ തന്നെ മാറി. ഈ ചരക്കുകൾ എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് പ്രധാനമായും സ്പൈസ് ഗാർഡനുകളാണ്. 1797-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സ്ഥാപിച്ച സ്പൈസ് ഗാർഡൻ ഒരു വലിയ തുടക്കമായിരുന്നില്ലേ? അതൊരു വലിയ ചരിത്രമാണ്. 1799-ൽ ഈ എസ്റ്റേറ്റ് മർഡോക് ബ്രൗൺ എന്ന വ്യക്തിക്ക് കൈമാറി. ഈ അഞ്ചരക്കണ്ടിയിലെ കറുവപ്പട്ട പ്ലാന്റേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതായിരുന്നു എന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതോ? അത് ഗംഭീരമാണല്ലോ. അതെ, അതുപോലെ തന്നെ പ്രധാനമായിരുന്നു അന്നത്തെ തടി വ്യവസായവും. റെയിൽവേ സ്ലീപ്പറുകൾക്കും കപ്പൽ നിർമ്മാണത്തിനും തടി അത്യാവശ്യമായിരുന്നല്ലോ.
അങ്ങനെയാണ് 1844-ൽ നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ അവർ ആരംഭിക്കുന്നത്. ഓ, അപ്പൊ നിലമ്പൂർ തേക്ക് ഒരു പ്ലാന്റേഷനായി തുടങ്ങിയത് 1844-ലാണ്. അതെ, ഇത് മദ്രാസ് പ്രസിഡൻസിയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സർക്കാർ പ്ലാന്റേഷനായി മാറി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വയനാടൻ മലനിരകളിൽ തേയിലത്തോട്ടങ്ങളും വ്യാപകമായി. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. ഈ തോട്ടം വ്യവസായമൊക്കെ ബ്രിട്ടീഷ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ മലബാറിലെ വ്യാവസായിക മേഖലയിൽ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം കൊണ്ടുവന്നത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM എന്ന മിഷണറിമാരാണ്. BEM. സാധാരണയായി പള്ളികൾ പണിയാനും വിദ്യാഭ്യാസത്തിനുമായി വരുന്ന ഈ മതമിഷണറിമാർ എന്തിനാണ് അക്കാലത്ത് ടൈൽ ഫാക്ടറികളും നെയ്ത്തുമില്ലുകളും തുടങ്ങിയത്? അതൊരു കേവലം ബിസിനസ് ലക്ഷ്യം മാത്രമായിരുന്നോ? ഈ ചോദ്യത്തിന് പിന്നിലെ ചരിത്രം വളരെ വൈകാരികമാണ്. കേവലം ലാഭത്തിനു വേണ്ടിയായിരുന്നില്ല അവർ ആ ഫാക്ടറികൾ തുടങ്ങിയത്. പിന്നെന്തായിരുന്നു കാരണം? BEM മിഷണറിമാർ മലബാറിൽ പ്രവർത്തിച്ചപ്പോൾ താഴെത്തട്ടിലുള്ള നിരവധി ആളുകൾ അവരുടെ പുതിയ മതത്തിലേക്കു പരിവർത്തനം ചെയ്തു. അന്നത്തെ കർശനമായ ജാതി വ്യവസ്ഥയിൽ ഈ മതം മാറിയ മനുഷ്യർക്ക് സ്വന്തം കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. ഓ, അതായത് അവർക്ക് പിന്നീട് ആ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. അതെ, അവർക്ക് ജോലിയില്ലാതായി, ജീവിക്കാൻ വഴിയില്ലാതായി. ഈ മനുഷ്യരെ സംരക്ഷിക്കാനും അവർക്ക് മാന്യമായ തൊഴിൽ നൽകാനും വേണ്ടിയാണ് BEM വ്യവസായങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ആധുനിക വ്യവസായവൽക്കരണം എന്നത് മലബാറിലൊരു അതിജീവനത്തിന്റെ കൂടി കഥയാണ്. അതാണിതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയാണ് 1874-ൽ കോഴിക്കോടിനടുത്ത് പുതിയരക്കല്ലിൽ അവർ ആദ്യത്തെ ടൈൽ ഫാക്ടറി സ്ഥാപിക്കുന്നത്. പിന്നീട് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും നെയ്ത്തുമില്ലുകളും സ്ഥാപിച്ചു. ഇത് വലിയൊരു സാമൂഹിക മാറ്റമല്ലേ ഉണ്ടാക്കിയത്? വലിയ മാറ്റമാണ്. ജാതിവ്യവസ്ഥയിൽ പരസ്പരം തൊടാൻ പോലും പാടില്ലാതിരുന്ന മനുഷ്യർ ഒരു ഫാക്ടറിയിലെ ഒരേ യന്ത്രത്തിനു കീഴിൽ ഒരുമിച്ച് പണിയെടുക്കാൻ തുടങ്ങി. അത് മലബാറിന്റെ സാമൂഹിക ഘടനയിൽ വലിയൊരു പൊളിച്ചെടുത്താണുണ്ടാക്കിയത്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ അടിസ്ഥാന വർഗത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകിയ അതേ മിഷണറിമാർ തന്നെയാണ് അവർക്ക് ആധുനിക വിദ്യാഭ്യാസവും നൽകിയത്. മലബാറിലെ വിദ്യാഭ്യാസ ചരിത്രം നോക്കിയാൽ ആ മാറ്റം വളരെ വ്യക്തമാണ്. ഒരു സംശയവുമില്ലാതിൽ 1841-ൽ കോഴിക്കോട് കല്ലായിൽ അവർ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു പ്രൈമറി സ്കൂളാണ് പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് കാരണമായത്. ഈ ചെറിയ സ്കൂളാണ് പിൽക്കാലത്ത് വളർന്നു വലുതായി ഇന്നത്തെ പ്രസിദ്ധമായ മലബാർ ക്രിസ്ത്യൻ കോളേജായി മാറിയത്. 1856-ൽ മലബാറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂള് തലശ്ശേരിയിൽ സ്ഥാപിച്ചതും ഇതേ BEM മിഷൻ തന്നെയല്ലേ? ഇതിന് നേതൃത്വം നൽകിയത് മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ മലബാറിലെ മിഷൻ സ്ഥാപകനായ ഡോക്ടർ ഗുണ്ടർട്ടായിരുന്നു അന്നത്തെ സർക്കാർ സ്കൂളുകളുടെ ആദ്യ ഇൻസ്പെക്ടർ കൂടിയായി പ്രവർത്തിച്ചത്. ഓഹോ, ഒരു മിഷണറി തന്നെ സർക്കാർ ഇൻസ്പെക്ടർ ആകുന്നു. അതെ, വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തികളുടെ ചെറിയ ഇടപെടലുകൾ വലിയ സ്ഥാപനങ്ങളായി മാറിയ ചരിത്രവും മലബാറിനുണ്ട്. 1862-ലെ ഒരു സംഭവം നോക്കാം. തലശ്ശേരിയിലെ മാസ്റ്റർ അറ്റൻഡന്റ് ആയിരുന്ന മിസ്റ്റർ ബീൻ തന്റെ വിൽപ്പത്രത്തിൽ നൽകിയ ഒരു 12,000 രൂപ ഉപയോഗിച്ചാണ് BEM ബ്രണ്ടൻ സ്കൂൾ ആരംഭിക്കുന്നത്. വെറും 12,000 രൂപ! നിങ്ങൾ ഇന്ന് തലശ്ശേരിയിലെ ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിന് മുന്നിലൂടെ പോകുമ്പോൾ ഒന്നോർക്കുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വ്യക്തി നൽകിയ ആ ചെറിയ തുകയിൽ നിന്നാണ് ആ മഹാസ്ഥാപനം ഉയർന്നുവന്നത്. ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. 1866-ൽ പാലക്കാട് ആരംഭിച്ച റെയ്ഡ് സ്കൂളാണ് ഇന്നത്തെ പ്രസിദ്ധമായ വിക്ടോറിയ കോളേജ് എന്ന് പറയുന്നു. ഒരു നിമിഷം, എന്താണ് ഈ റെയ്ഡ് സ്കൂൾ? ഇന്നത്തെ ഫീസ് കൊടുത്തു പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ പോലെയാണോ അത് പ്രവർത്തിച്ചിരുന്നത്? അല്ല, അതിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. റെയ്റ്റ് സ്കൂൾ എന്നതിലെ റെയ്റ്റ് എന്നത് നികുതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജനങ്ങളിൽ നിന്നു പിരിക്കുന്ന നികുതി. കൃത്യമായിട്ട്. പ്രാദേശികമായി ജനങ്ങളിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ നികുതി അഥവാ എഡ്യൂക്കേഷൻ റേറ്റ് പിരിച്ചെടുത്ത് ആ പണം ഉപയോഗിച്ച് സർക്കാർ തന്നെ നടത്തിയിരുന്ന സ്കൂളുകളായിരുന്നു അവ. അതായത് ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ സ്കൂളുകൾ. ആഹാ, ജനകീയ പങ്കാളിത്തം അക്കാലത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസം രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രമുള്ളതായിരുന്നില്ല. എന്നാൽ സാമൂതിരിമാരും ഇതിൽ പിന്നിലായിരുന്നില്ലല്ലോ. ഇല്ല, അവരും വലിയ സംഭാവനകൾ നൽകി. 1877-ൽ സാമൂതിരിയുടെ കോവിലകത്തെ അംഗങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ചെറിയൊരു സ്കൂളാണ്
പിന്നീട് വികസിച്ച് ഇന്നത്തെ ഗുരുവായൂരപ്പൻ കോളേജ് അഥവാ സാമൂതിരി കോളേജായി മാറിയത്. നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ ചരിത്ര സംഭവങ്ങളൊന്ന് കൂട്ടിയോജിപ്പിച്ചു നോക്കാം. മലബാറിലെ കാടുകൾ വെട്ടി ബ്രിട്ടീഷുകാർ റോഡുകൾ നിർമ്മിച്ചു. പിന്നാലെ റെയിൽവേ വന്നു. ഈ ഗതാഗത സൗകര്യങ്ങളിലൂടെ തോട്ടങ്ങളും ബീം ഫാക്ടറികളും സജീവമായി. അവിടെ ഒരു പുതിയ തൊഴിലാളി വർഗം രൂപപ്പെട്ടു. ഒപ്പം വലിയ കോളേജുകളിലൂടെ ആധുനിക വിദ്യാഭ്യാസവും പുതിയ ആശയങ്ങളും സാധാരണ ജനങ്ങളിലേക്കെത്തി. ഈ വലിയ മാറ്റങ്ങൾ സ്വാഭാവികമായും ശക്തമായൊരു രാഷ്ട്രീയ ഉണർവിലേക്ക് നയിക്കേണ്ടതല്ലേ? അതെ, കൃത്യമായി അതുതന്നെയാണ് സംഭവിച്ചത്. വ്യവസായങ്ങളും ആധുനിക വിദ്യാഭ്യാസവും ഒത്തുചേർന്നപ്പോൾ ജനങ്ങൾക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമായി. അവർ സംഘടിക്കാൻ തുടങ്ങി. ഇതോടെ മലബാർ പെട്ടെന്ന് തന്നെ വലിയൊരു രാഷ്ട്രീയ ലബോറട്ടറിയായി മാറി എന്നു പറയാം. കേരള ചരിത്രം പഠിക്കുന്നവർക്ക് ഇതൊരു സുവർണ കാലഘട്ടമാണ്. കാരണം ആധുനിക കേരള രാഷ്ട്രീയത്തെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രധാന പാർട്ടികളുടെയെല്ലാം വേരുകൾ കിടക്കുന്നത് ഈ ചുരുങ്ങിയ കാലയളവിലാണ്. 1921 ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഥവാ INCയുടെ കേരള ഘടകമായ KPCC ആദ്യമായി രൂപീകരിക്കുന്നത്. ആ രാഷ്ട്രീയ മുന്നേറ്റം അവിടെ നിന്നില്ല. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നു. 1930കളിൽ തലശ്ശേരിയിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഥവാ IUML രൂപീകൃതമായി. അപ്പോൾ ദേശീയ പാർട്ടികളുടെ സാന്നിധ്യം ശക്തമായി വരികയാണ്. അതെ. ഇതിനിടയിൽ ഫാക്ടറി തൊഴിലാളികളുടെയും കർഷകരുടെയും ഇടയിൽ സാമ്പത്തിക സമത്വത്തെക്കുറിച്ചുള്ള തീവ്രമായ ആശയങ്ങൾ വേരുറപ്പിച്ചു തുടങ്ങി. ഇതിന്റെ ഫലമായാണ് 1937 ജൂലൈയിൽ കോഴിക്കോട്ട് വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ CSP ഒരു രഹസ്യയോഗം ചേരുന്നത്. രഹസ്യയോഗം, ആ വാക്ക് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സമ്മർദ്ദവും ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ തീവ്രതയും വ്യക്തമാക്കുന്നുണ്ട്. ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്വാഭാവികമായ തുടർച്ചയായാണല്ലോ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേരുറപ്പിക്കുന്നത്. അതെ, വെറും 2 വർഷത്തിനു ശേഷം വലിയൊരു മാറ്റമുണ്ടായി. 1939 ഡിസംബർ 31 തലശ്ശേരിക്കടുത്തുള്ള പിണറായിയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഥവാ CPIയുടെ കേരള ഘടകം സ്ഥാപിക്കപ്പെട്ടു. പി കൃഷ്ണപിള്ളയും EMSഉം ഒക്കെ വരുന്ന സമയമല്ലേ ഇത്? അതെ. പി കൃഷ്ണപിള്ള, കെ ദാമോദരൻ, EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയ അന്നത്തെ യുവ നേതാക്കളായിരുന്നു ഇതിനു നേതൃത്വം നൽകിയത്. അവരെല്ലാം ഈ പറഞ്ഞ മുൻ CSP നേതാക്കളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. 1921 മുതൽ 1939 വരെയുള്ള വെറും 18 വർഷത്തെ ചെറിയൊരു ഇടവേള. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ചെറിയ ഭൂപ്രദേശത്ത് നിന്നാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉയർന്നുവന്നത്. ഫാക്ടറികളിലെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ പഠിച്ച ആ ജനത തന്നെയാണ് പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയത്. രാഷ്ട്രീയ ഉണർവ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്വാതന്ത്ര്യാനന്തരം മലബാറിന്റെ അതിരുകളിൽ വീണ്ടും കാര്യമായ മാറ്റങ്ങളുണ്ടായി. അതെന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? സൗത്ത് കാനറയിൽ നിന്ന് കാസർഗോഡ് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതുപോലെ ലക്ഷദ്വീപും മിനിക്കോയിയും കേന്ദ്രഭരണ പ്രദേശമായി മാറി. ഒടുവിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ 1957 ജനുവരി 1 ഈ മഹാജില്ലയെ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നിങ്ങനെ 3ആയി വിഭജിച്ചു. അതോടെ ആ വലിയ ജില്ല ഇല്ലാതായി അല്ലേ? അതെ. അവിടെ ബ്രിട്ടീഷ് മലബാർ എന്ന വലിയൊരു അധ്യായം അവസാനിക്കുകയും ഇന്നത്തെ ആധുനിക കേരളം പിറക്കുകയും ചെയ്തു. അങ്ങനെ 1792 ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായി തുടങ്ങി സങ്കീർണമായ നിയമവ്യവസ്ഥകളിലൂടെയും അവിചാരിതമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും കടന്ന് വിദ്യാഭ്യാസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തലസ്ഥാനമായി മാറിയ ബ്രിട്ടീഷ് മലബാറിന്റെ ആവേശകരമായ കഥ നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ ഈ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ നമ്മൾ ഉന്നയിച്ച ആ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തിരുവിതാംകൂറിനും കൊച്ചിക്കുമുണ്ടായിരുന്ന സാമ്പത്തിക സമൃദ്ധി നേരിട്ട് ഭരിച്ചിട്ടും മലബാറിന് ലഭിച്ചില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ചരിത്രമൊക്കെ കേട്ടുകഴിയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ആ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അതിൽ നിന്നുള്ള ജനങ്ങളുടെ അസംതൃപ്തിയുമായിരിക്കുമോ അവരെ ഒന്നിപ്പിച്ചതും മലബാറിനെ ഇത്രയധികം തീവ്രമായ രാഷ്ട്രീയ സാമൂഹിക പോരാട്ടങ്ങളുടെ ഈറ്റില്ലമാക്കി മാറ്റിയതും. വളരെ ചിന്തിക്കേണ്ടൊരു വിഷയം തന്നെയാണത്. അതെ, സുഖലോലുപതയിൽ കഴിയുന്ന ഒരു സമൂഹത്തേക്കാൾ ഇല്ലായ്മകളിൽ ജീവിക്കുന്ന
സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി പൊരുതേണ്ടി വരുന്ന ഒരു സമൂഹത്തിലാണോ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ ജനിക്കുന്നത്? നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം രസകരമായ ചരിത്ര സത്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ഈ ചർച്ച നിങ്ങൾക്ക് ഊർജം നൽകുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ അറിവുകളുമായി അടുത്ത തവണ വീണ്ടും കാണാം.